ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ, ഇവിടെ ഞാനിപ്പോൾ ആലപിച്ചത് നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെ മന്ത്രമാകുന്നു. ധരണീഗർഭസംഭൂതം, ഭൂമിയുടെ ഗർഭത്തിൽ നിന്നും ജനിച്ചവനും, വിദ്യുൽ കാന്തി സമപ്രഭം, മിന്നലിൻ്റെ കാന്തിക്ക് തുല്യമാകുന്ന പ്രഭയോടുകൂടി നിൽക്കുന്നവനും, കുമാരനും സേനാനായകനും, ശക്തിഹസ്തം, കയ്യിൽ ശക്തി വേലെന്ന ആയുധമുള്ളവനുമായ ആ കുമാരനെ, സുബ്രഹ്മണ്യനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ജ്യോതിശാസ്ത്രത്തിൽ ചൊവ്വയെപ്പറ്റി ധാരാളം ദേവതകളെ നാം ചിന്തിക്കാറുണ്ട്. എങ്കിലും പ്രധാനമായും പുരുഷരാശിയിൽ നിൽക്കുന്ന ചൊവ്വ സുബ്രഹ്മണ്യനും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുന്ന ചൊവ്വ ഭദ്രകാളി, ചാമുണ്ഡി തുടങ്ങിയ ദേവതകളെയും ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വയുടെ ചാരവശാലുള്ള മാറ്റമാണ് നാം ചർച്ച ചെയ്യുന്നത്. 1199 മിഥുനമാസം 28 വെള്ളിയാഴ്ച, അതായത് 2024 ജൂലൈ 12 ഉദ്ദേശം 7 മണിയോടുകൂടി സന്ധ്യക്ക് ചൊവ്വ ചാരവശാൽ ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ ചൊവ്വയുടെ സംക്രമം 45 ദിവസക്കാലം, അതായത് 1200 ചിങ്ങമാസം 10 2024 ഓഗസ്റ്റ് 26 മിഥുനം രാശിയിലേക്കും സംക്രമിക്കുകയാണ്. ഇവിടെ നാം 45 ദിവസക്കാലം ഈ ചൊവ്വയുടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലേക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ചൊവ്വയുടെ ഈ രാശിമാറ്റത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ കാരക ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ചൊവ്വയെ കൊണ്ടാണ് സാധാരണയായി ജ്യോതിഷത്തിൽ ഭ്രാത സത്വം ച ഭൗമ ക്ഷിതിരഭി എന്ന് കാരകധർമ്മങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ചൊവ്വ സഹോദരൻ്റെ കാരക ഗ്രഹമാകുന്നു. ചൊവ്വ സത്വം എന്ന ഗുണത്തിൻ്റെ ഗ്രഹമാകുന്നു. എന്താണ് സത്വം? ധീരത, സാഹസികത, ഊർജ്ജസ്വലത, ചോര കണ്ടാൽ വിറക്കാതിരിക്കുക, ധീരമായി നേരിടുന്ന ഒരു മാനസികവും ശാരീരികവുമായ അവസ്ഥയാകുന്നു സത്വം. ക്ഷിതിരഭി, ഭൂമിയും ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്ന എല്ലാ ഭാവങ്ങളും ചൊവ്വയുടെ കാരക ധർമ്മങ്ങളാകുന്നു. ഈ ശാസ്ത്രം അങ്ങേയറ്റം വികസിച്ചു കഴിഞ്ഞു. ഈ ചൊവ്വയുടെ മേൽപ്പറഞ്ഞ കാരകധർമ്മങ്ങളെ നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റായി ചർച്ച ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ യുവത്വം, സാഹസികത, ധൈര്യം, ബലം, ചുറുചുറുക്ക്, രാജത്വം, രാജ്യം ഭരിക്കൽ, സേനാനായകത്വം, യുദ്ധം ജയിക്കൽ, പട്ടാളം, ഫയർഫോഴ്സ്, ജലരാശിയിലാണെങ്കിൽ നേവിയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, മർച്ചന്റ് നേവി, ആയുധ കച്ചവടം, ആയുധവിദ്യ, വെടിക്കോപ്പ്, ബോംബ്, ആഗ്നികമായ കർമ്മങ്ങൾ, ഇലക്ട്രിസിറ്റി, ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, തെക്ക് ദിക്കിനോടുള്ള ആഭിമുഖ്യം, തെക്ക് ഭാഗത്ത് വിജയം കണ്ടെത്തുക, ഭദ്രകാളി പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, മാംസഭക്ഷണങ്ങൾ, ലഹരി, മദ്യം, സ്ത്രീകൾ, ഡാൻസ്, ബാർ, വേശ്യാലയങ്ങൾ, സ്ത്രീപീഡനം, ആട്, കുതിരപ്പന്തയം, കാമക്രോധ, മോഹമത മാത്സര്യങ്ങൾ, അന്യരുടെ കുറ്റവും കുറവും പറയുക, അടുക്കള, ഷെഫ്, പാചകം, ബുച്ചേഴ്സ്, ഇറച്ചി വെട്ടുകാർ, വൈദ്യം, ശസ്ത്രക്രിയ, ജിം, ബോഡി ഫിറ്റ്നസ്, അത്ലറ്റ്, സ്പോർട്സ്, മെക്കാനിക്, എർത്ത്, അഗ്രികൾച്ചർ, മൈനിങ്, ഫോറസ്റ്റ്, സർവേയർ, ലാൻഡ് ബ്രോക്കേഴ്സ്, റിയൽ എസ്റ്റേറ്റുകൾ, ഇതൊക്കെ ചൊവ്വയുമായി ബന്ധപ്പെടുന്ന കാരകധർമ്മങ്ങളാണ്. ഒരു ഗ്രഹത്തിന് ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളുണ്ട്. നമുക്ക് ഈ ചൊവ്വയുടെ മാറ്റം ഏതെല്ലാം രീതിയിൽ ഓരോ രാശിക്കാരിലും സ്വാധീനം ചെലുത്തുന്നു എന്ന് ചിന്തിക്കാം. ഈ ചൊവ്വ മാറുന്നത് പരസ്പരം സുഹൃത്തുക്കളായ ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ആ ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവം രാശിയിലേക്കാകുന്നു മേടത്തിൽ നിന്ന് ചൊവ്വ സംക്രമിക്കുന്നത്. ചൊവ്വ ഏത് രാശിയിലും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ
അങ്ങേയറ്റം ഗുണം പ്രദാനം ചെയ്യുന്നില്ല. പക്ഷേ മേടം, വൃശ്ചികം, മകരം ഇത് ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രങ്ങളും ഉച്ചക്ഷേത്രങ്ങളുമാകുന്നു. ഇവിടെ ചൊവ്വ വളരെയധികം ശക്തിയും ബലവും പ്രദാനം ചെയ്യുന്നു. അതേ രീതിയിൽ വ്യാഴക്ഷേത്രങ്ങളിൽ ധനുവിലും മീനത്തിലും ചൊവ്വ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. മറ്റ് രാശികളിലും ചൊവ്വ തനിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ദൗർബല്യത്തെ പ്രദാനം ചെയ്യുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. മിഥുനമാസം 28-ാം തീയതിയിലേക്കുള്ള ചൊവ്വയുടെ മാറ്റം വളരെ അനുകൂലമായ ഒരു മാറ്റമാകുന്നു. ഈ മാറ്റത്തിൻ്റെ പ്രത്യേകത ചൊവ്വ വ്യാഴത്തോടുകൂടി യോഗകാരകനായി മാറുന്നു എന്ന പ്രത്യേകതയാണ്. വ്യാഴവും ചൊവ്വയും കൂടി വന്നാൽ അതൊരു നല്ല യോഗമാകുന്നു ജ്യോതിഷത്തിൽ. അതിനു മുമ്പ് ചൊവ്വ ഓരോ ഗ്രഹങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ദിഗ്രഹ യോഗം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഭൗമേന അഘരതം സൂര്യനും ചൊവ്വയും കൂടി വരികയാണെങ്കിൽ അഘരതം അഘേരതിഹി അയാൾ കുറ്റവാസനകളുള്ള വ്യക്തിയാകുന്നു, പാപകർമ്മങ്ങളിൽ താല്പര്യം കാണിക്കുന്ന വ്യക്തിയാകുന്നു എന്ന ഒരു നല്ല ഫലമല്ല ഹോരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രനോട് കൂടി നിൽക്കുകയാണെങ്കിൽ കൂടസ്ത്രാസവ കുംഭമണ്യം അശിവം മാതു സവക്ര ശശി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സവക്രനായ ചൊവ്വയോടുകൂടി ചന്ദ്രൻ നിൽക്കുമ്പോൾ അയാൾ തൻ്റെ മാതാവിനെ അങ്ങേയറ്റം ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു, അമ്മയ്ക്ക് അമംഗളം ഉണ്ടാക്കുന്നു എന്നർത്ഥം. അയാൾ കൂടം അന്യരെ വഞ്ചിക്കുന്ന പ്രവർത്തനത്തിൽ വ്യാപൃതനാകുന്നു, സ്ത്രീ വിഷയത്തിൽ വ്യാപൃതനാകുന്നു, ആസവം മദ്യവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അയാൾ വ്യാപൃതനാകുന്നു. കുംഭവണ്യം അയാൾ മദ്യവ്യാപാരങ്ങൾ അല്ലെങ്കിൽ പാത്രക്കച്ചവടങ്ങൾ തുടങ്ങിയ മേഖലകളിലൊക്കെ തൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നു. ബുധനോടുകൂടി യോഗം ചെയ്യുമ്പോൾ ദിഗ്രഹ യോഗത്തിൽ ഫലം പറഞ്ഞത് ഇപ്രകാരമാണ്: മൂലാദി സ്നേഹകൂടേഹി വ്യവഹരതി വണി ബാഹുയോദ്ധ സ സൗമ്യേ. ബുധക്ഷേത്രത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അയാൾ ബാഹുയോദ്ധാവാകുന്നു, മല്ലനാകുന്നു. അയാൾ ജിംനേഷ്യം മുതലായ പ്രവർത്തനങ്ങളിൽ, കളരി, കരാട്ടെ, അതേ രീതിയിൽ ബോഡി ബിൽഡിംഗ് ഈ മേഖലകളിൽ തൻ്റെ പ്രാവീണ്യം തെളിയിക്കുന്നതാണ്. മൂലാദി സ്നേഹകൂടേഹി, മൂലമെന്നാൽ വൃക്ഷത്തിൻ്റെ മൂലഭാഗങ്ങൾ, വേര്, പൂവ്, ഇലകൾ, ഇതുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്യുന്നു. സ്നേഹം എണ്ണയുമായിട്ട് ബന്ധപ്പെടുന്ന ആയുർവേദ എണ്ണ കാച്ചുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഇയാൾ വ്യാപൃതനാകുന്നു. കൂടമെന്നാൽ മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളും കാര്യങ്ങളും. ഇദ്ദേഹത്തിന് കാശുണ്ടെങ്കിൽ ഇദ്ദേഹം ബാർ സ്വന്തമായിട്ട് നടത്തും. ഇദ്ദേഹത്തിന് കാശില്ലെങ്കിൽ ധീരനായി നല്ലൊരു ബാർ ബോയിയായി കൗണ്ടറിൽ കാശ് വാങ്ങാനുള്ള മിടുക്ക് പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കും. ഇനി ശുക്രനുമായി യോഗം ചെയ്യുമ്പോൾ ഗോപോ മല്ലോദ ദക്ഷ പരയുവതിരഥ ദ്യൂതകൃത്സാസുരേഡ്ഡി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അയാൾ ഗോപനാകുന്നു, പശുക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അയാൾ വളരെ സമർത്ഥനാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മല്ലയുദ്ധത്തിൽ ശാരീരികമായിട്ട് മികവ് പുലർത്തുന്ന മേഖലകളിൽ അയാൾ തൻ്റെ ബുദ്ധിയെയും ശക്തിയെയും ഉപയോഗിക്കുന്നു. പരയുവതിരഥ, അന്യ യുവതിയിൽ രതി താല്പര്യം പ്രകടിപ്പിക്കുന്നു. പല ജാതകത്തിലും ചൊവ്വയും ശുക്രൻ കൂടെ യോഗമുള്ള ജാതകത്തിൽ വിദേശത്ത് ലേഡീസ് ബാറുകൾ നടത്തി ധാരാളം കാശുണ്ടാക്കുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റ്, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന എല്ലാവിധ സർക്കസുകളിലും ഇവർ താല്പര്യം കാണിക്കുന്നു. ദ്യൂതകൃത്, അയാൾ ചൂതുകളി, ഇന്നത്തെ ഷീട്ട് മുതലായ കളികളിലും വളരെയധികം താല്പര്യം കാണിക്കുന്നു, അതിൽ മുന്നിട്ടിറങ്ങുന്നു. ഇനി ശനിയോടുകൂടി യോഗം ചെയ്യുമ്പോൾ ദുഃഖാർത്ഥ അസത്യസന്ധ സവിതൃതനിയെ ഭൂമിജെ നിന്ദിത, ഇയാൾ വളരെയധികം ദുഃഖിതനാകുന്നു, അസത്യങ്ങൾ പറയുന്നു, സത്യസന്ധമല്ലാത്ത കാര്യങ്ങളിൽ ഇയാൾ ഏർപ്പെടുന്നു. നിന്ദിത, പല രീതിയിലും അപമാനിതനാകുന്നു തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം. ഇനി അടുത്തതായി ഏറ്റവും അധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു യോഗമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ യോഗമാണ് മിഥുനമാസം 28-ാം തീയതി ജൂലൈ 12-ാം തീയതി ചൊവ്വ ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ വ്യാഴവുമായി ചേർന്നുണ്ടാകുന്ന ദിഗ്രഹ യോഗം. വ്യാഴവും ചൊവ്വയും തമ്മിലുള്ള യോഗം ഒരു നല്ല യോഗമാകുന്നു. പുണ്യധ്യക്ഷ സജീവേ ഭവതി നരപതി പ്രാപ്തവിത്തോ ദ്വിജോവ. ഈ യോഗമുള്ള വ്യക്തിക്ക് പുണ്യ അധ്യക്ഷ, തൻ്റെ പുരം, പട്ടണം, താനുമായി ബന്ധപ്പെടുന്ന മേഖലകൾ ഇവിടെയൊക്കെ അധ്യക്ഷ സ്ഥാനം പ്രദാനം ചെയ്യുന്നു. അദ്ദേഹം അധ്യക്ഷനാകുന്നു, ചെയർപേഴ്സൺ ആകുന്നു. നരപതി പ്രാപ്തവിത്ത, രാജാവിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുന്നു. ദ്വിജഹാവ, 2 ജന്മമുണ്ടാകുന്നു. അയാൾ ജനിക്കുന്നത് ഒരച്ഛൻ്റെ മകനായി ജനിച്ചാലും മറ്റൊരച്ഛൻ്റെ സംരക്ഷണയിൽ
വളർന്ന് 2 ജന്മം അദ്ദേഹത്തിന് ലഭിക്കുന്നു. സാധാരണ ദ്വിജഹ എന്നാൽ ബ്രാഹ്മണന്മാർക്കാണ് നാം പര്യായം പറയുക. കാരണം ബ്രാഹ്മണൻ ജനിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത അദ്ദേഹത്തിൻ്റെ ജനനം, ഉപനയനം, പൂണൂൽ കർമ്മത്തിലൂടെയാണ് അദ്ദേഹത്തിന് 2ാം ജന്മം ലഭിക്കുന്നത്. ഒരച്ഛൻ്റെ മകനായി ജനിച്ചാലും മറ്റൊരാളെ കീഴിൽ വളരുവാനുള്ള ഒരു ഗോഡ് ഫാദറായി ഭാവി മുന്നോട്ട് നയിക്കുവാനുള്ള പ്രാവീണ്യം ഈ കുജഗുരു യോഗം പ്രദാനം ചെയ്യുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം, വൃശ്ചികം, ധനു രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. തുലാം രാശി എന്നാൽ നിങ്ങൾക്കറിയാം, ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടങ്ങളാകുന്നു തുലാൻ രാശി. ഇന്ന് തുലാൻ രാശിക്ക് ജൂലൈ 12 മുതൽ ചൊവ്വ അഷ്ടമ ഭാവത്തിലേക്ക്, 8ാം ഭാവത്തിലേക്ക് നീങ്ങുകയാണ്. എന്താണ് അഷ്ടമം? സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം ഭേഷ്മ ഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. അപ്പോൾ എല്ലാ നാശങ്ങളും ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 8ാം ഭാവം. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങൾ പ്രായണ അനർത്ഥങ്ങളായ ഭാവങ്ങളാണ്. 6ാം ഭാവം തസ്കര, ശത്രു, കള്ളന്മാർ, രോഗം, വ്രണങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്നു 6ാം ഭാവം കൊണ്ട്. വ്യയം, ദുർച്ചലവ്, നരകം, വീഴ്ച, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനഭ്രംശം, വൈകല്യങ്ങൾ, ഇതൊക്കെ 12ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. വിപത്തുക്കൾ, അപവാദുക്കൾ, മരണം, മരണപ്രദേശം, മഠം, സർവൻസ്, ഭൃത്യന്മാർ, ഇതെല്ലാം അഷ്ടമ ഭാവം കൊണ്ട് നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ അഷ്ടമത്തിൽ പോകുന്നത് അത്ര ഗുണമല്ല. സ്വതവേ ചൊവ്വയുടെ അഷ്ടമഭാവത്തിലുള്ള രാശിഫലം അത്ര അനുകൂലമായി എവിടെയും വ്യാഖ്യാനിച്ച് കാണുന്നില്ല. ശുഭാസ്തസ്യകിം ഖേജരാഹ കുര്യുരന്യേ വിധാനേ ചെയ്ത അഷ്ടമേ ഭൂമി സുനുഹു സഖാകിന്ന ശത്രുയതേ സൽകൃതോപി പ്രയജ്ഞേകൃതേ ഭൂയതേ ച ഉപസർഗേഹി. അങ്ങേയറ്റം യജ്ഞിച്ചാലും ഫലം കിട്ടാൻ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു 8ാം ഭാവത്തിലെ ചൊവ്വ. എല്ലാ ഗ്രഹങ്ങളും നല്ല ഭാവത്ത് വരികയാണെങ്കിലും അഷ്ടമഭാവത്തിൽ വരുന്ന ചൊവ്വ അതിൻ്റെ ആ ഗുണഫലങ്ങളെ ഇല്ലാതെയാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താൻ സൽക്കരിച്ച സുഹൃത്ത് തൻ്റെ ശത്രുവായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള ചൊവ്വയാണ് 8ാം ഭാവത്തിൽ വന്നിരിക്കുന്നത്. സ്വതവേ 8ാം ഭാവത്തിൽ ഇന്ന് വ്യാഴമാണ് ഉള്ളത്. ഈ വ്യാഴവും സ്വതവേ ദുർബലമാണ്. തൻ്റെ സഹോദരങ്ങൾ, സഹായികൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന വ്യാഴം അതേ രീതിയിൽ തൻ്റെ ശത്രുക്കൾ, രോഗങ്ങൾ, ഇതെല്ലാം തന്നെ ചിന്തിക്കേണ്ടുന്ന വ്യാഴത്തോടുകൂടി ഈ ചൊവ്വയുടെ യോഗം യഥാർത്ഥത്തിൽ ഒരു സുഖകരമായ അവസ്ഥയെ ഈ ദ്വിഗ്രഹ യോഗം പ്രദാനം ചെയ്യണമെന്നില്ല. ഇവിടെ ചൊവ്വ തുലാം രാശിക്കാരുടെ യാത്രാപതിയാകുന്നു. അവരുടെ യാത്രയെ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഭാവാധിപനാകുന്നു. 7ാം ഭാവം കൊണ്ടാണ് നാം യാത്രയെ ചിന്തിക്കുന്നത്. ഗമനാഗമനം, തനിക്ക് നഷ്ടപ്പെട്ട കാശിനെ ചിന്തിക്കേണ്ടുന്ന ഭാവം 7ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. തന്നെ വിദേശത്തുള്ള സുഹൃത്ത് വരുന്നത് ചിന്തിക്കേണ്ടത് ഇതേ ഭാവം കൊണ്ടാണ്. അതേ രീതിയിൽ ചൊവ്വ തുലാൻ രാശിക്കാർക്ക് തൻ്റെ വാക്കാകുന്നു, തൻ്റെ ധനമാകുന്നു, താൻ പരിരക്ഷിക്കേണ്ടുന്ന ഭർത്തവ്യം, തൻ്റെ കുടുംബവുമാകുന്നു. ഇതൊക്കെ തന്നെ താളം തെറ്റി നിൽക്കുന്ന ഒരവസ്ഥ ഈ 45 ദിവസക്കാലം സംജാതമാകുന്നതാണ്. വളരെയധികം ശ്രദ്ധിക്കണം. വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പൊട്ടിത്തെറികളുണ്ടാകും. പ്രകോപനമുണ്ടായാൽ ഭാര്യ തൻ്റെ പെട്ടിയും തൂക്കി തൻ്റെ വീട്ടിലേക്ക് പോകും. അതേ രീതിയിൽ വൈവാഹിക പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഒരു മധ്യസ്ഥതയ്ക്ക് പ്രാധാന്യമില്ലാത്ത ഒരവസ്ഥ വരും. വാശിയോടുകൂടി ഡൈവേഴ്സ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ദമ്പതികൾ, ഭാര്യയും ഭർത്താവും പരസ്പരം പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ഏത് മധ്യസ്ഥക്കാരും ഇടപെട്ടാലും ഇവരെ കോംപ്രമൈസ് ചെയ്യാൻ വളരെയധികം വിഷമകരമായ ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അനാവശ്യമായ വാക്തർക്കങ്ങളിലൊന്നും പ്രകോപനമുണ്ടായി പോകാൻ പാടില്ല. അങ്ങേയറ്റം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ എന്നാണ്. നമ്മുടെ നാവിൻ തുമ്പിലാണ് നമ്മുടെ ഐശ്വര്യം, ലക്ഷ്മി ദേവത കുടികൊള്ളുന്നത്. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ നമ്മളെ നാക്കാകുന്നു. നമ്മളെ ബന്ധിക്കുന്നതും നമ്മുടെ മരണം പോലും നമ്മുടെ വാക്കുകൊണ്ടാകുന്നു എന്ന് സുഭാഷിതകാരൻ പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ അനാവശ്യമായ വാക്തർക്കങ്ങൾ, സാമ്പത്തികമായ
ഇടപെടലുകൾ, ഇതിനൊന്നും ഈ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ദിഗ്രഹയോഗം പ്രായണ അനുകൂലമല്ല. 45 ദിവസക്കാലം ഓഗസ്റ്റ് 26-ാം തീയതി വരെ സപ്പോസ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടി, ആ ബാങ്ക് ലോൺ പോലും നല്ല ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുന്നുണ്ട്. അതിനാൽ കാശിൻ്റെ വാങ്ങൽ കൊടുക്കൽ പ്രക്രിയകൾക്കൊന്നും ഈ 45 ദിനങ്ങൾ അനുകൂലമല്ല. സഹോദരന്മാരുമായി ബന്ധപ്പെട്ട ശത്രുത ഈ സമയത്ത് കൂടുന്ന കാലഘട്ടമാണ്. സ്വതവേ സഹോദരൻ അല്ലെങ്കിൽ സഹായികളെ ചിന്തിക്കുന്ന വ്യാഴം ഏറ്റവും ദുർബലമായി 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. അവിടെ ആ തീയെ ആളിക്കത്തിക്കും ചൊവ്വ. അതുകൊണ്ട് സഹോദരന്മാരുമായും സഹായികളുമായും ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഈ സമയത്ത് ഒരു മധ്യസ്ഥത, ചർച്ച, ഒന്നിച്ചിരുന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ ശ്രമിക്കുന്നത് അത്ര അനുകൂലമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അപവാദോ മഠാപത്തിരപി പാവേ അഷ്ടമസ്ഥിതേ, 8-ലെ ശുഭഗ്രഹങ്ങൾ മഠങ്ങൾ, ആലയങ്ങളുമായി, മന്ദിരങ്ങളുമായി, ട്രസ്റ്റുകളുമായി ബന്ധപ്പെടേണ്ടുന്ന ഗ്രഹമാണ്. അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ സാമ്പത്തികമായ അഴിമതികളും ക്രമക്കേടുകളും ട്രസ്റ്റിൻ്റെയോ അനാഥാലയങ്ങളുടെയോ മന്ദിരങ്ങളുടെ പേരുമായോ വലിച്ചിഴക്കപ്പെടുന്നു. അതിനാൽ ട്രസ്റ്റുമായി ബന്ധപ്പെടുന്ന, മഠങ്ങളുമായി ബന്ധപ്പെടുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും 45 ദിവസം മാറി നിൽക്കുന്നത് വളരെ അഭികാമ്യമാണ്. എന്താണ് ഇവിടെ പരിഹാരം? മൊത്തത്തിൽ തുലാം, വൃശ്ചികം, ധനു രാശിക്കാർക്ക് ഏറ്റവും നല്ല പരിഹാരമാകുന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ കർമ്മമുട്ട്, ശത്രുമുട്ട്, ദേഹമുട്ട് ഒക്കെ കഴിപ്പിക്കുക. ഈ 45 ദിവസക്കാലം ചൊവ്വാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുക. വിഷു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, സന്താന ശ്രേയസ്സിനായി വെണ്ണ നിവേദ്യം ഇതൊക്കെ ചെയ്യുക. ഒരു ഏജൻസികൾക്കും കാശ് കൊടുത്ത് ഈ സമയത്ത് തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. ചതിക്കപ്പെടും. വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം തുലാം രാശിക്കാർ കാര്യങ്ങൾ നീക്കുക. അടുത്തതായി വൃശ്ചികൻ രാശി. വൃശ്ചികം രാശിക്കാർ എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളുടെ സമൂഹമായ രാശിയാകുന്നു വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്ന് ഭാവാധിപനായ, വൃശ്ചികൻ രാശി അധിപനായ ചൊവ്വ 7-ാം ഭാവത്തിൽ നിന്ന് ഭാവത്തിലേക്ക് നോക്കുന്നു. അവിടെ വ്യാഴത്തോടു കൂടിയുള്ള ദിഗ്രഹയോഗം, അധ്യക്ഷയോഗം വളരെ ഗുണമാണ്. ഇവിടെ ഒരു കേന്ദ്ര ത്രികോണാധിപന്മാരുടെ രാജയോഗമാണ്. കേന്ദ്രാധിപത്യമുള്ള ചൊവ്വ 5-ാം ഭാവാധിപനായ വ്യാഴത്തോടു കൂടി 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നു. വളരെയധികം സാമ്പത്തികമായ വിഷയത്തിലായാലും, സന്താന വിഷയത്തിലായാലും, പഠന വിഷയത്തിലായാലും, വിവാഹ വിഷയത്തിലായാലും, മക്കളുടെ യാത്രാ വിഷയത്തിലായാലും, തൻ്റെ തൊഴിൽ മേഖലയുടെ അഭിവൃദ്ധിക്കായി ഏർപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നല്ല ഒരു അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യും വൃശ്ചികം രാശിക്കാർക്ക്. പക്ഷേ ജൂലൈ 15 വരെ കാത്തിരിക്കണം. ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് തങ്ങളുടെ കർമ്മപതിയായ സൂര്യൻ, ജോലിയെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ അങ്ങേയറ്റം ദുർബലമായി നിൽക്കുന്നു. ആ സൂര്യൻ കർക്കിടകൻ രാശിയിൽ വരട്ടെ. പിന്നെ ചിങ്ങം, കന്നി 90 ദിവസം വൃശ്ചികൻ രാശിക്കാർക്ക് കർമ്മമേഖലയിൽ വളരെയധികം ധീരമായി കാര്യങ്ങൾ നയിക്കുവാനുള്ള സമയമാണ്. അതിനെ സഹായിക്കുന്നു ഈ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും 45 ദിവസത്തെ പ്രകടനങ്ങൾ. ശത്രുക്കൾ ധാരാളമായി വരുന്ന സമയമായിരിക്കും. 7-ലെ ചൊവ്വ മുഹൂർഭംഗത സ്പർദ്ധിന മേദിനി ജഹ പ്രഹാരാർദ്ധനേഹി സപ്തമേ ദമ്പതി നഹ എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. ഭാര്യയ്ക്ക് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതേ രീതിയിൽ ശത്രുജന്യമായ ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവിക്കുന്ന 45 ദിനങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇവിടെ ഐക്യമത്യ അർച്ചന ചെയ്യുക വൃശ്ചികൻ രാശിക്കാർ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ശത്രുദോഷം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ കർമ്മമുട്ടും ശത്രുമുട്ടും ചെയ്യണം. പിന്നീട് ശത്രുസംഹാര പുഷ്പാഞ്ജലിയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും വളരെ അനുകൂലമായി തീരട്ടെ 45 ദിവസം. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് പ്രായേണ ഈ വാരം എപ്രകാരമുണ്ടെന്ന് നമുക്ക് നോക്കാം. സ്വതവേ ധനുരാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവസ്ഥിതി, ശത്രുക്ഷേത്രത്തിലുള്ള സ്ഥിതി അത്ര ഗുണകരമല്ല. മെയ് 1 മുതൽ 2025 മെയ് 15 വരെയുള്ള ഒരു വർഷക്കാലം. പക്ഷേ ഇവിടെയും ഈ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിനെ
ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാൻ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുവാൻ ഈ ചൊവ്വയുടെ യോഗം വളരെയധികം സഹായകരമാകുന്നതാണ്. 6-ലെ വ്യാഴത്തിന് അശത്രു എന്നാണ് ഫലം പറഞ്ഞിട്ടുള്ളത്. ശത്രുക്കൾ ഇല്ലാത്തവനാകുന്നു. ന അസ്തി ശത്രുഹു യസ്യ സഹ. ഇദ്ദേഹത്തിന് ശത്രുക്കളില്ല. പക്ഷെ പലപ്പോഴും 6-ലെ വ്യാഴം നമുക്ക് ശുക്രനെ പോലെ തന്നെ ശത്രുവിൻ്റെ സാന്നിധ്യവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. അവിടെ ധീരനായ ചൊവ്വ വരുമ്പോൾ ചൊവ്വയുടെ 6-ാം ഭാവത്തിലെ ഫലം എന്താണ്? ബലവാൻ ശത്രുജിതശ്ച ശത്രുയാതെ, ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ കുജ ഗുരുയോഗം ധനുരാശിക്കാർക്ക് പ്രായണ ഈ 45 ദിവസം വളരെ അനുകൂലമാണ്. ശാരീരികമായി ഡിസ്ക് സംബന്ധമായ ക്ലേശങ്ങൾ ശ്രദ്ധിക്കണം. അതേ രീതിയിൽ പെട്ടെന്ന് വീഴ്ച, പരിക്കുകൾ, അസമയത്തുള്ള യാത്ര വേണ്ടെന്ന് വെക്കണം. ധീരമായി കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാവുന്ന രീതിയിൽ സദസ്സിലോ സമൂഹത്തിലോ പബ്ലിക്കായോ പെരുമാറാൻ ഈ ചൊവ്വ പ്രേരിപ്പിക്കും. അവിടെ വ്യാഴത്തിൻ്റെ ഈ യോഗം പെട്ടെന്നുള്ള പ്രകോപനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും സഹായകമാകുന്നതാണ്. പക്ഷേ ധനുരാശിക്കാർക്ക് യഥാർത്ഥത്തിൽ ദുർബലമായ വ്യാഴത്തിന് ചൊവ്വയുടെ ഈ കൂടിച്ചേരൽ വളരെ അനുകൂലമായ ഒരു സമയത്തെ ഈ 45 ദിവസം പ്രദാനം ചെയ്യുന്നതാണ്. ധീരമായി പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിക്കാം. കാരണം ഇവിടെ കർമ്മവതി ധനുരാശിക്കാരുടെ കർമാധിപനായ ബുധൻ ഉച്ചത്തിലേക്ക് വരികയാണ്. ശുക്രൻ നന്നായി വരുന്നു. അതിനാൽ കുറേ നന്മകൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളാണ് ധനുരാശിക്കാരുടെ മുന്നിലുള്ളത്. ഇവിടെയും പ്രശ്നപരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല, സുദർശന പുഷ്പാഞ്ജലി, പാൽപ്പായസം വഴിപാടായും ചൊവ്വയ്ക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്കിലേക്ക് എണ്ണ തിരികൾ സമർപ്പിക്കുകയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട തുലാം, വൃശ്ചികം, ധനുരാശിക്കാർക്ക് വളരെ അനുകൂലമായ 45 ദിനങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.